ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ? അപ്പോൾ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞു വന്നു. ഇനി കുറച്ച് അലക്കാനുണ്ട് കേട്ടോ. നാളെ ഇനി യൂണിഫോം ഇട്ട് പോകണമെങ്കിൽ ഉണ്ണിക്കുട്ടന് യൂണിഫോം അലക്കാനുണ്ട്. അപ്പം അത് അലക്കി ഉണങ്ങിയിട്ട് വേണം നാളെ ഇട്ട് പോകേണ്ടത്. അത് ഞാൻ ഇനിയിപ്പോ മെഷീനിൽ ഇടാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ കല്ലിൽ തന്നെ ഇട്ടിട്ട് തന്നെ അലക്കി എടുക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അവരുടെ യൂണിഫോം ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് കല്ലിൽ ഉരച്ച് കഴുകേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ സോപ്പ് ഉരച്ച് അലക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അത് ഉണങ്ങി കിട്ടും വേഗം. കാരണം ഇപ്പൊ അങ്ങനെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഫാനിന്റെ ചോട്ടിലൊക്കെ ഇട്ടാലും നാളെ കിളിക്ക് ആയി കിട്ടും. അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്നത്തെയും പോലെ തന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇപ്പൊ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നത് പ്രസ് ചെയ്ത് നോക്കൂ. അങ്ങനെ ലൈവിലും എല്ലാ ഫ്രണ്ട്സും വരാറുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിക്കാനൊക്കെ കഴിയാറുണ്ട്. ഇനി പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി അവന്റെ യൂണിഫോം ഒക്കെ ഒന്ന് കഴുകിയിടട്ടെ. പിന്നെ അതുപോലെ തന്നെ കളിക്കാൻ പോയി വന്നിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് പിന്നെ കല്ലിലിട്ട് അലക്കുകയാണ് നല്ലത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ സ്കൂളുകളിലൊക്കെ മേളകളും കാര്യങ്ങളൊക്കെ ആയി. സ്പോർട്സ്, കലാമേള, ആർട്സ് എല്ലാതും ആയി. അപ്പൊ ഇനി ആ ഒരു തിരക്കിലൊക്കെയാണ്. അലക്കണ കല്ല് ഇവിടെ നിന്നിട്ടല്ല കേട്ടോ അലക്കുക. നമ്മൾ ആ ഒരു നമ്മുടെ വിറക് വരയിൽ ഞാൻ കയറി നിന്നിട്ട് മഴയൊന്നും കൊള്ളില്ല, അവിടെ നിന്നിട്ടാണ് അലക്കേണ്ടത്. പക്ഷെ ഞാനിവിടെ പൈപ്പ് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് വെള്ളം എടുക്കാനുള്ള സൗകര്യത്തിന് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു മതിൽ പോലെ കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് വെക്കാനൊക്കെ റിസ്ക് ആണ്. അപ്പൊ എപ്പോഴും ഞാൻ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ടാണ് അലക്കാറ്. അപ്പോൾ അലക്കിയ തുണികൾ മെഷീനിലിട്ട് കഴുകിയുള്ള തുണികളാണെങ്കിൽ ഞാൻ മേലേണ്ട് കൊണ്ടുപോയിട്ടാ ചെയ്യുക. ഇപ്പൊ ഇനി ഇത് ഇവിടെ പുറത്ത് വിറക് വരയിൽ അയൽ കെട്ടിയിട്ടുണ്ട്, അതിലാണ്ട് ഇടും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫാനിന്റെ ചോട്ടിലിട്ട് കഴിഞ്ഞാൽ നാളേക്ക് യൂണിഫോം റെഡി. പിന്നെ അവന്റെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് തുണികളുണ്ട്, അത് ഇനിയിപ്പോൾ നാളെ മെഷീനിൽ ഇട്ടിട്ട് അലക്കുകയുള്ളൂ. അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇന്നേഴ്സൊക്കെ ഇവിടെ കല്ലിലിട്ടിട്ട് അലക്കട്ടെ കേട്ടോ. അപ്പോൾ പൈപ്പിൽ വെള്ളം തുറന്നിട്ടിട്ടുണ്ട്, ബക്കറ്റിൽ വെള്ളം ആവട്ടെ. അപ്പോഴേക്ക് നമ്മുടെ കൊട്ടത്തളത്തിൽ നിന്ന് വെള്ളം പോകുന്നില്ല, അതുകൊണ്ട് മണ്ണടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. പിന്നെ നിറയെ ഇല വീണ് കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ കേട്ടോ. ചുമ വന്നു കേട്ടോ, ക്ഷമിക്കുക. നമ്മൾ മനുഷ്യരല്ലേ, നമ്മളിങ്ങനെ കുറച്ച് സംസാരിക്കുമ്പോഴേക്ക് ഇടയ്ക്ക് ചുമയൊക്കെ വരും. എന്താ പിന്നെ ചെയ്യാൻ, എഡിറ്റ് എന്ത് കളയുന്നു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവിടെ നമ്മൾ ഊരിയെടുക്കുമ്പോഴേ വെള്ളം തീരെ പോകുന്നില്ല. അപ്പൊ അവിടെ നിന്ന് നമ്മളൊന്ന് റെഡിയാക്കട്ടെ. പിന്നെ എപ്പോഴും നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ അലക്കുന്നൊന്നുമില്ല. കൂടുതൽ അലക്കാനുള്ളപ്പോഴൊക്കെ ബെഡ്ഷീറ്റ്, അങ്ങനെയുള്ള പില്ലോ കവർ, അങ്ങനത്തെയൊക്കെ വരുമ്പോൾ, ബ്ലാങ്കറ്റ് ഒക്കെ വരുമ്പോൾ മെഷീനിൽ ഇട്ടിട്ട് അലക്കുക ചെയ്യുക. ഇതിപ്പോ അത്യാവശ്യം വേണ്ട ഇന്നേഴ്സും അതുപോലെ യൂണിഫോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കല്ലിലിട്ടൊന്ന് അലക്കും. പിന്നെ ചിലപ്പോൾ തോന്നുകയാണ് നമുക്ക് തോർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ആവണം എന്ന് തോന്നുകയാണെങ്കിൽ കല്ലിലിട്ട് അലക്ക് തന്നെ വേണം. പിന്നെ തോർത്ത് കൊണ്ടൊക്കെ ഞാൻ തിളപ്പിച്ച് തിരുമ്പുക ചെയ്യുക. തിളച്ച വെള്ളത്തിൽ സോപ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് അലക്കും. ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാട്ടോ, നമുക്ക് സ്കിന്നിന്റെ പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.